അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ മലയാളി നഴ്സും പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ഗോപകുമാരൻ നായരാണ് മരിച്ചത്. ലണ്ടനിൽ നഴ്സായിരുന്ന രഞ്ജിത നാട്ടിൽ വന്ന് തിരികെ മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കുടുംബത്തോടൊപ്പം പുതിയ വീട്ടിൽ താമസിക്കുകയെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് രഞ്ജിതയുടെ മടക്കം. നാടിനും നാട്ടുകാർക്കും പ്രിയങ്കരിയായിരുന്നു രഞ്ജിത. ഏറെ ഹൃദയവേദനയോടെയാണ് രഞ്ജിതയുടെ വിയോഗ വാർത്ത പുല്ലാടുകാർ ഉൾക്കൊണ്ടത്. 3 ദിവസത്തെ അവധിക്കായി നാട്ടിലെത്തിയ രഞ്ജിത ഇന്നലെ തിരികെ പോകുമ്പോൾ ഇങ്ങനെയൊരു വാർത്ത കേൾക്കേണ്ടി വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നാട്ടിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഒമാനിലെ സലാലയിലാണ് രഞ്ജിത ആദ്യം സ്റ്റാഫ് നഴ്സായി ജോലിയിൽ പ്രവേശിക്കുന്നത്. അവിടുത്തെ ജോലിക്കിടെ 2019 PSC എഴുതി സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലാണ് രഞ്ജിത ജോലി ചെയ്തിരുന്നത്. പിന്നീട് ഇവിടെ നിന്ന് അവധിയെടുത്ത് ഒമാനിലേക്ക് പോയി. അവിടെ നിന്നും ഏകദേശം 1 വർഷം മുമ്പ് മികച്ച ശമ്പളത്തിൽ ലണ്ടനിൽ ജോലി ലഭിച്ചു. എന്നാൽ അധികം വൈകാതെ തിരികെ നാട്ടിലെത്തി സർക്കാർ സർവീസിൽ പ്രവേശിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇതിന് ആവശ്യമായ നടപടിക്രമങ്ങൾക്കായാണ് ഇത്തവണ രഞ്ജിത എത്തിയത്. ഇതെല്ലാം പൂർത്തിയാക്കി ലണ്ടനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് വിമാന ദുരന്തത്തിൽ രഞ്ജിതയുടെ ജീവൻ പൊലിഞ്ഞത്. പെട്ടെന്നാണ് നമുക്കിവിടെ ഈ വീട്ടിൽ നിന്നാണ് നമ്മുടെ കൊച്ചാണ് പോയെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയത്. മിനിഞ്ഞാന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുമെല്ലാം കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു. അവിടുന്ന് അവധിയെടുത്ത് വിദേശത്തേക്ക് പോയതാണ്. 5 വർഷത്തെ അവധിയെടുത്ത് വിദേശത്തേക്ക് പോയതാണ്. മരണം സ്ഥിരീകരിക്കാതിരുന്നപ്പോൾ രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നാട്ടുകാർക്ക് ആ കുടുംബം എങ്ങനെ ഉൾക്കൊള്ളും എന്ന് ഒരു പിടിയുമില്ല. നല്ലൊരു ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ അമ്മയായിട്ടും പിള്ളേരുമായിട്ടും ഒക്കെ നല്ല സ്നേഹത്തിലും നല്ല കുഞ്ഞുങ്ങളായിരുന്നു അവർക്ക്. അതൊരു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. മാസങ്ങൾക്ക് മുമ്പാണ് നിലവിലെ വീടിനോട് ചേർന്ന് രഞ്ജിതയുടെ പുതിയ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. വീടിന്റെ നിർമ്മാണം ആരംഭിക്കുന്ന വേളയിൽ രഞ്ജിത നാട്ടിലെത്തിയിരുന്നു. പുതിയ വീടിന്റെ നിർമ്മാണം 75% പൂർത്തിയായി. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇന്ദുചൂടൻ, 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഇതിക എന്നീ 2 മക്കളുടെയും ക്യാൻസർ രോഗിയായ അമ്മയുടെയും ഏക ആശ്രയമായിരുന്നു രഞ്ജിത. അമൃത ന്യൂസ്, പത്തനംതിട്ട.